കഴിഞ്ഞ ദിവസം ഗാസയിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിട്ട വീഡിയോന്റെ താഴെ വന്നിട്ടുള്ളൊരു കമന്റാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒക്ടോബർ 7-നെ കുറിച്ച് സംസാരിക്കാത്തത് എന്ന്. അതായത് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടു കൂടിയല്ല ഇസ്രായേൽ ഗാസ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. 1948 കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവിടെ എത്തിയപ്പോൾ മുതലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത പോലെ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം തന്നെയാണ് ബ്രിട്ടീഷുകാർ അവിടെയും പഴറ്റിയത്. അതിന്റെ അനന്തര ഫലമാണ് ഗാസയിലെ ജനങ്ങൾ ഇന്നും അനുഭവിക്കുന്നതും. ലോകത്ത് എല്ലായിടത്തെയും പോലെ ബ്രിട്ടന്റെ മറ്റൊരു ചതി. നമ്മൾ ഈ കാണുന്നതിൻ്റെ ഒക്കെ മുമ്പ് തന്നെ എന്നും ആട്ടി ഓടിക്കപ്പെടാനും ആക്രമിക്കപ്പെടാനും വിധിക്കപ്പെട്ടവരായിരുന്നു ഫലസ്തീൻ ജനത. ഇനി മറ്റൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഫലസ്തീനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു എന്ന്. ഫലസ്തീനിലെ മാത്രമല്ല, ഏത് രാജ്യത്തും ഇരകളായവർക്കൊപ്പം തന്നെയാണ് നമ്മൾ. എന്നാൽ ഫലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ഒരു രാജ്യം ഒരു ജനതയെ പട്ടിണിക്കിട്ടും അല്ലാതെയുമൊക്കെ കൊന്നുകളയുകയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തലും യുദ്ധം അവസാനിപ്പിച്ചെന്ന വാർത്തയുമൊക്കെ ആശ്വാസം തരുന്നത് തന്നെയാണ്. എന്നാൽ എത്രത്തോളം നമുക്ക് അത് വിശ്വസിക്കാം എന്നുള്ളതാണ്.